കിഡ്സ് ടി വി എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. നമ്മളുടെ ലിപ്സിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ കുറേ അപ്പർ ലിപ്സിൽ ഇതുപോലെ തന്നെ രോമങ്ങൾ ഉണ്ടാവും. അത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരുപാട് ഹെയർ ഉണ്ടാവും, അതൊക്കെ റിമൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെത്തേഡ്സ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പലരും പല മെത്തേഡായിരിക്കും യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ കുറേച്ച് മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ വീറ്റൊക്കെ ഇല്ലേ, ഇത് നമ്മളുടെ വീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ബിക്കിനി വാക്സ് ചെയ്യണ ടൈപ്പ് ഉള്ളതുണ്ട്. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത് ഈ ഒരു ഐറ്റമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഐബ്രോ റേസേഴ്സ് ആണ്. ഞാൻ നേരത്തെ നിങ്ങൾ ഐബ്രോ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് 3 എണ്ണമാണ് കിട്ടണം. ഞാൻ ഓൾറെഡി ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണം നിങ്ങൾ കാണാത്തത്. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 എണ്ണം അവൈലബിൾ ആണ്. നാട്ടിൽ നമുക്ക് 25-30 രൂപയും കണ്ടുള്ളൂ. നമുക്കിത് ഐബ്രോസ് ഒക്കെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ നമുക്ക് അപ്പർ ലിപ്സ് ഈ ഭാഗത്തൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം, വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ നോർമൽ ഹെയർ ഉള്ളവർക്കൊക്കെ അത് പോവും. എനിക്ക് ഇതുവരെ അതൊന്നൊരു ഈ പറഞ്ഞ കണക്ക് കട്ടിൽ വരുന്നവർ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ മീശ വേണേൽ കാണാൻ പറ്റും. ഇതിപ്പോൾ കുഞ്ഞു കുത്തു ചെറിയ നീർത്ത തരിയുള്ള രോമങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് രോമമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ റേസർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുഞ്ഞു രോമങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ചെറിയ രോമങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റേസർ ഉപയോഗിക്കാം. സിമ്പിളാണ്. നമുക്ക് ബ്ലേഡൊക്കെ നല്ല പാടല്ല. ബ്ലേഡൊക്കെ വെച്ചിട്ട് ചിലർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസൊക്കെ മുറിഞ്ഞു പോകും. ഇത് നമ്മൾ സേഫാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. PCOD ഒക്കെ ഉള്ളവർക്ക് ഹോർമോൺ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് രോമങ്ങളൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് ഉണ്ടാവണത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് രോമങ്ങൾ തിക്കായിട്ടുള്ള രോമമുള്ളവർ റേസർ ഉപയോഗിക്കേണ്ട. അങ്ങനെയുള്ളവർക്ക് തിക്കായിട്ട് വരും. കാരണം തിക്കായിട്ടുള്ളവർക്ക് അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. നമുക്ക് നോർമൽ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം. അതായത് ഒരുപാട് തിക്കില്ല, നോർമലായിട്ട് ചെറിയ മീശ ഇതുപോലത്തെ മീശയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ഈ കൃതാവിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നമുക്ക് റിമൂവ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ റേസർ ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇത് തന്നെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യണേ. അപ്പം അല്ലെങ്കിൽ നമുക്ക് ത്രെഡ് ചെയ്യാം. അപ്പോൾ കയ്യിൽ ഞാൻ പിടിച്ച് നമ്മളുടെ ത്രെഡ് ചെയ്യാനായിട്ടില്ല. ആ സെയിം മെത്തേഡ് ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് നമ്മുടെ അപ്പർ ലിപ്സിൽ യൂസ് ചെയ്യാം. അങ്ങനെ പിടിച്ച് നമ്മളൊന്ന് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ത്രെഡ് ചെയ്ത് തന്നെ നമുക്ക് കളയാം. കുറച്ച് പെയിൻഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലക്കർ ഉപയോഗിച്ചിട്ട് പ്ലക്ക് ചെയ്തും കളയാൻ പറ്റും. അങ്ങനെയുള്ള മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈസി മെത്തേഡാണ് റേസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നമുക്ക് ആമസോണിലും നമ്മളുടെ പർപ്പിളിലും എല്ലാത്തിലും ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ലഭിക്കും. ഇത് ഷോപ്പിലും ലഭിക്കും. ഇതിൻ്റെ ഈ പിക്ചർ നിങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാവുക. നമുക്കിത് ഈസി ആയിട്ട് ഇതിങ്ങനെ എടുക്കാം. കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് ഒരു മൂർച്ചുള്ളൊരു ഭാഗമുണ്ട്. കണ്ടോ, ഇങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ഇതിന് രോമം പോകും. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഡയറക്റ്റ് അല്ല, ഒന്ന് ചെരിച്ച് പിടിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ചെരിച്ച് പിടിച്ചു കൊടുത്തിട്ട് ഇതേ ശരി നല്ല ഈസി ആയിട്ട് പോയിക്കോളും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഒന്ന് ചെരിച്ച് പിടിച്ചു കൊടുത്തിട്ട് ഒന്ന് വലിച്ചു പിടിച്ചാൽ മതി. ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമുക്ക് റേസർ ഉപയോഗിച്ച് കളയാം. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഭാഗത്തൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ വെച്ച് ഷേവ് ചെയ്ത് കളയാം. കാണുന്നുണ്ടോ, അത് കുഞ്ഞു രോമ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റാത്തത്. നന്നായിട്ട് പോരും. അതുപോലെ തന്നെ നമുക്ക് ഫുള്ള് ഈ ഭാഗം എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ കുഞ്ഞു രോമങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ ഷേവ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് മനസ്സിലാവാനുണ്ടോ? അത് കണ്ടോ, നല്ലോണം പോവും. നമ്മുടെ ഫേഷ്യൽ ഹെയർ നല്ലോണം പോവും, നല്ലോണം റിമൂവ് ആവും. ഫേസ് നല്ല ബ്രൈറ്റ് ആവും, എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഫേസ് നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇപ്പം എക്സ്ട്രാ ഹെയർസ് ഒക്കെ പോകാനായിട്ട് ഈ ഒരു മെത്തേഡ് നോർമൽ, അതായത് PCOD അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജെൻസിനെ പോലെ കുറച്ച് കട്ടിയുള്ള മീശയും താടി ഇല്ലാത്തവർക്ക്, നോർമൽ ഉള്ളവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഞാനീ പറഞ്ഞ റേസർ നമുക്ക് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീംസ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഈ ഭാഗത്തും നമ്മളുടെ ഈ ഭാഗത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്യാം.
ഇനി നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ എപ്പി റോളറാണ്. ഫേസ് എപ്പി റോളറാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാം. ഫേസ്, ആമ, ഫുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് അവിടെയുള്ള രോമങ്ങളൊക്കെ ഉപയോഗിച്ച് ഇത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. കാണാൻ നല്ല ക്യൂട്ടാണ്, കണ്ടോ? നല്ല ബീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. രസമാണിത് കാണാനായിട്ട്. ഒരു സിമ്പിൾ ഒരു സംഭവമാണിത്. ഇതുപയോഗിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ രോമമുള്ള ഭാഗമില്ലേ അവിടെ ഇട്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ ഈ ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രെഡ് ചെയ്യില്ലേ, ആ ത്രെഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയ ഞെറുക്കില്ലേ, ഞെറുക്ക് പോലത്തെ ഒരു ഫീലിംഗ് ഇല്ലേ, ചെറിയ പെയിൻ ഉള്ള ഒരു ഇതില്ലേ, ആ ഒരു സെയിം ഫീൽ നമുക്ക് കിട്ടുക. ഹെയർ വരുന്ന ഗ്രോത്ത് ഏത് ഭാഗത്തോട്ടാണ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നമ്മളിത് ഓടിച്ചു കൊടുക്കുക. അത് നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഹെയറുകളെല്ലാം ഇതിനകത്തുണ്ട്. സ്പ്രിങ്ങില്ലേ, സ്പ്രിങ്ങിനകത്ത് നമ്മൾ ഇതിനകത്തുണ്ടാവും രോമങ്ങളെല്ലാം ഇങ്ങനെ കയറി ഇരിപ്പുണ്ട്. ഇങ്ങനെ ആക്കി കൊടുത്താൽ ചെറിയ പെയിൻ ഉണ്ട് കേട്ടോ. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ TV ഒക്കെ കണ്ടോണ്ടിരിക്കാം, വേറെ എന്തെങ്കിലും ശ്രദ്ധയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ചെയ്തിട്ട് ഇങ്ങനെ ഓടിച്ചു കൊടുത്താൽ നമ്മുടെ ഈ പുരുകത്തിലൊന്നും പിടിക്കാണ്ട് സൂക്ഷിച്ചാൽ മതി. അതുപോലെ തന്നെ നല്ല വേദന ഉണ്ട് കേട്ടോ. ഈ രണ്ട് സ്പ്രിങ്ങും നമ്മൾ ഒരുപോലെ ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ മോൾട്ട് കണ്ണിക്കൂടെ വെള്ളം വരും. ഒരുപാട് രോമമുള്ളവര് ഇത് ഉപയോഗിക്കണ്ട കേട്ടോ. ചെറിയൊരു പെയിൻ ഉണ്ട്, പക്ഷെ രസമാണ്. ഇവിടെയൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഹെയറുകളൊക്കെ പെട്ടെന്ന് പോകും. ഇവിടെയൊക്കെ ഇച്ചിരി നമുക്ക് കട്ടിയുള്ളതല്ലേ, അപ്പൊ നമുക്ക് ഇച്ചിരി വേദന എടുക്കും. ഇങ്ങനെ മുകളോട്ട് രണ്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇവിടെ രണ്ടും കൂടെ വരുന്ന രീതിയിൽ ഒന്നും. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ മുകളോട്ട് നമ്മൾ ഓടിച്ചു കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ ഈ ഭാഗത്തും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാം. ഇതും ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം ഈ ഒരു 2 മെത്തേഡാണ് നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. അപ്പം ഇത് റേസറാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളതും എന്താ പറയുക, അധികം പെയിൻ ഒന്നും ഇല്ലാത്തൊരു ഈസി മെത്തേഡ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഞാൻ കൂടുതൽ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ത്രെഡ് എന്ന് വെച്ചാലും കുറച്ച് പെയിനാണ്. പക്ഷെ ത്രെഡ് യൂസ് ചെയ്യാനുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് കുറച്ച് താമസം എടുക്കും. ഇതൊക്കെ വെച്ചാൽ കുറച്ച് നമുക്കൊരു 1 വീക്കൊക്കെ സമയം, മറ്റേന്നൊക്കെ 2 ആഴ്ചയൊക്കെ എന്തായാലും ഹെയർ ഗ്രോത്ത് കുറയും. നമ്മൾ അതിൻ്റെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സമയം കുറച്ച് തരും. നമ്മൾ വേരോടെയല്ല ഇപ്പോൾ ഇത് കളയുക, അപ്പം അതിനുള്ള സമയം കുറച്ച് തരും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ എപ്പി റോളറും. ഇതും നമ്മൾ എടുക്കുമ്പോൾ വേരോടെയാണ് പിഴുത് വരണത്. അപ്പോൾ ഇതിനും നമുക്ക് കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ പ്ലക്കർ ഉപയോഗിച്ചാലും കുറച്ച് ലേറ്റ് ആവും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതും കുറച്ച് സമയം എടുത്തുണ്ടാവുള്ളൂ. പക്ഷെ റേസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ഹെയർ നമുക്ക് എങ്ങനെയായിരുന്നു ആ ഹെയർ തിരിച്ചു വരാനായിട്ട് ഒരുപാട് സമയം, 2 ആഴ്ചയൊന്നുമല്ല, ചിലപ്പം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മളുടെ ഹെയർ തിരിച്ചു വരും. പിന്നെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. 1-1.5 ആഴ്ച റേസർ ഉപയോഗിച്ചിട്ട് എനിക്ക് നിന്നിട്ടുള്ളൂ. പക്ഷേ മറ്റേത് നമ്മൾ ആ രീതിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോളിസിസ് അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ പെർമനന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഇവിടെയൊക്കെ അപ്പർ ലിപ്സിലും ഈ താടിഭാഗത്തൊക്കെ ഇങ്ങനെ രോമ സ്ത്രീകൾക്ക് വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്മളുടെ ഇലക്ട്രോളിസിസോ അല്ലെന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റോ ചെയ്യാവുന്നതാണ്. ഒറ്റ സിറ്റിങ്ങിലോ 2 സിറ്റിങ്ങിലോ ഉള്ള 7 സിറ്റിങ്ങിലൊക്കെ കൂടി അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന്റെ അതനുസരിച്ച് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും. അപ്പോൾ അതിനനുസരിച്ചുള്ള സിറ്റിങ്ങിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെർമനന്റ് ആയിട്ട് സൊല്യൂഷനിലിട്ട് ആ രീതിയിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ലേസർ ട്രീറ്റ്മെന്റിനേക്കാളും കൂടുതൽ
ഇലക്ട്രോളിസിസ് ആണ് കുറച്ചുകൂടെ ഹെയർ വരാതിരിക്കാനുള്ള സാധ്യത എന്നാണ് പലരും ഇങ്ങനെ പറഞ്ഞുള്ള എനിക്ക് അറിവ്. അപ്പോൾ നിങ്ങളത് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ രോമം വളർച്ചത് PCOD അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന രോമങ്ങളൊക്കെ ആ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന DIY മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ്. 2 സ്പൂൺ കടലമാവ്. പിന്നെ അതിലേക്ക് നമ്മൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ 1 നുള്ള് സാൾട്ട് നമുക്ക് വേണം. സാധാ ഉപ്പില്ലേ, നമ്മളുടെ ഉപ്പ്, 1 നുള്ള് ഉപ്പ് ഇതിലേക്ക് ചേർക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ എല്ലാവർക്കും അറിയാവുന്നത്. 1 വലിയ സ്പൂൺ തന്നെ എടുത്തോളുക. 1 വലിയ സ്പൂൺ ബേക്കിംഗ് സോഡ. അത് നമ്മൾ മഞ്ഞൾ എത്ര എടുത്തിട്ടുണ്ടോ അത്ര തന്നെ ബേക്കിംഗ് സോഡ ചേർക്കുക. പിന്നെ അതിലേക്ക് നമ്മളൊരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ ചൂടുവെള്ളം ചേർക്കണതാണ് നല്ലത്. അതിനുശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം മതി. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഈ ഒരു രൂപത്തിൽ നമുക്ക് എടുക്കാം. നെക്സ്റ്റ് നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഈ ഭാഗത്താണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഏത് ഭാഗത്താണോ ഉള്ളത് ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യണം. കുറച്ച് നാള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്താലേ ഇത് മാറുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഹെയർ വളരുന്ന ഡയറക്ഷനിൽ തന്നെ നമ്മൾ തേച്ച് കൊടുക്കുക. താവട്ട വളരുന്നെങ്കിൽ താവട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. നമ്മളുടെ ഈ ഭാഗത്തൊക്കെ ഉള്ള രോമമാണ് നമുക്ക് മാറാനുണ്ടെങ്കിൽ ആ ഭാഗത്തും തേച്ച് കൊടുക്കുക. കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഉണങ്ങാനായിട്ട് വെക്കുക. അപ്പോൾ എന്നെ കണ്ട മീശൻ താഴെയുള്ള അയ്യോ എനിക്ക് വയ്യ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തേച്ച് കൊടുക്കുക നല്ലോണം. ഇപ്പോൾ മഞ്ഞളൊക്കെ യൂസ് ചെയ്ത് ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ മഞ്ഞൾ നമുക്ക് ഈ ഒരു രോമമൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു റെമഡിയാണിത്. ശേഷം നല്ലോണം ഡ്രൈ ആവുക, നല്ല തിക്കായിട്ട് ഡ്രൈ ആവണം. ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നനച്ചു കൊടുത്ത് പിന്നെയും ഡ്രൈ ആക്കുക. ഡ്രൈ ആയ ശേഷം ഒരു ലെയറും കൂടെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ വെയിറ്റ് ചെയ്യുക. നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മളുടെ ആ ഭാഗത്തെ രോമങ്ങൾ പെർമനന്റ് ആയിട്ട് കൊഴിഞ്ഞു പോകും. അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് ആ ഒരു സൊല്യൂഷനും കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഇത് 1 ദിവസം 2 ദിവസം കൊണ്ട് മാറണമല്ല. 1 മാസം 2 മാസം 3 മാസമൊക്കെ പിടിക്കുന്ന ഒരു റെമഡിയാണിത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ട്രൈ ആയതിനു ശേഷം നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ട് ഞാനത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ടോ? അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ 1 തവണയും കൂടെ അതിട്ട് നന്നായിട്ട് കട്ടയാക്കി കൊടുത്തു. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മൾ എങ്ങോട്ടാണോ ഇങ്ങോട്ടല്ലേ രോമ വളരണേ ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് കൊടുത്താലും മതി. നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്ത് നല്ലൊരു പ്രഷർ കൊടുത്തിട്ട് മുകളിൽ നമ്മൾ ഇത് റിമൂവ് ചെയ്യാം. കൈയല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട്, വേറെ കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് മുകളിൽ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് താവോട്ടല്ല മുകളിലോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്ത് ഇത് റിമൂവ് ചെയ്യാം. അതുപോലെ ഇവിടെ എല്ലായിടത്തും അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് റിമൂവ് ചെയ്യാം. അതുപോലെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്ത് കളയാം. 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ ത്രൂ ഔട്ട് യൂസിങ്ങിലൂടെ ഒരു അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു പുതുമയായിരുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ കിഡ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.